ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 9-ന് പട്ടാമ്പിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 9-ന് പട്ടാമ്പിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3 മണിക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4ാം വർഷത്തിലൂടെ കടക്കുകയാണ്. ഇതുവരെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ട്, അതായത് സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്നുള്ള അതിനെ ബേസ് ചെയ്താണ് നമ്മളിതെല്ലാ പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നത്. അതായത് കേരള ഗവൺമെൻറ് ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഒരു ബെസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ എക്സാമ്പിൾ കൂടിയാണ് നമ്മളെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് 5 RC സെൻറ്റേഴ്സുള്ള റീജിയണൽ സെൻറ്റേഴ്സുള്ള അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ തൃപ്പൂണിത്തുറ RC സെൻറ്ററിൻ്റെ ഇനാഗുറേഷൻ രാജീവ് സാർ കഴിഞ്ഞ മാസം ചെയ്തു. ഈ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പട്ടാമ്പി റീജിയണൽ സെൻറ്റർ ഇനാഗുറേഷൻ നിങ്ങളെ അതിനും കൂടെ ക്ഷണിക്കാൻ വേണ്ടിയാണ് നാം ഈ മീറ്റിംഗ് വിളിച്ചത്. 3 മണിക്കാണ്, നിങ്ങളെല്ലാവരും വരണം. ആ ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട MLA മുഹമ്മദ് മുഹസീനും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലക്ഷ്മിക്കുട്ടി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി ഗോപാലൻ, പട്ടാമ്പി മുനിസിപ്പാലിറ്റി വാർഡ് മെമ്പർ ഷാജി PB, ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ്, RC ഡയറക്ടേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടിയാലോചനാ യോഗം പട്ടാമ്പി കോളേജിൽ വെച്ച് നടന്നു. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു. കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും, ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയവർക്കും ഏജ് ലിമിറ്റ് ഇല്ല, TC വേണ്ട, അവർ പഠിക്കുന്ന പ്രോഗ്രാം ആ ഫ്ലെക്സിബിൾ ടൈമിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെല്ലാ പ്രോഗ്രാമും പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ 16 UG പ്രോഗ്രാമും 12 PG പ്രോഗ്രാമും ഈ വർഷം ആൾറെഡി അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 25-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. ഈ വർഷം കഴിഞ്ഞ വർഷം 22,000 സ്റ്റുഡൻസാണ് നമുക്ക് ആൾറെഡി പഠിക്കുന്നത്. ഈ വർഷം ഇതുവരെ 23,000-ഓളം സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം 43,500 സ്റ്റുഡൻസ് ആൾറെഡി ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 16 പ്രോഗ്രാമിൽ 6 പ്രോഗ്രാം നമ്മൾ 4 ഇയറിലോട്ടാണ് പോകുന്നത്. UGC NEP പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് 4 ഇയറിലോട്ട് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അടുത്ത വർഷം ബാക്കി എല്ലാ UG പ്രോഗ്രാമും നമ്മൾ 4 ഇയറിലോട്ട് പോകുന്നുണ്ട്. കൂടാതെ നിങ്ങൾ അറിയേണ്ട SN ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രോഗ്രാമും UGC അപ്രൂവ്ഡാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ അപ്രൂവലാണ്. അതുകൊണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരു സംശയം വേണ്ട. അവർ ഹയർ എഡ്യൂക്കേഷനും റിസർച്ചിനായാലും ജോലിക്കായാലും PSCക്കായാലും UPSCക്ക് എല്ലാം ഒരേ രീതിയിൽ ഇത് കൺസിഡർ. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഡിഗ്രി മറ്റുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രിയായിട്ട് യാതൊരു വ്യത്യാസമില്ലാതെ UGC ആൾറെഡി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് UGC അപ്രൂവ്ഡ് പ്രകാരം 3 മോഡാണ് പെർമിറ്റഡ്. ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഡിസ്റ്റൻസ് മോഡ്, ഞങ്ങളുടെ മോഡ് പഠിപ്പിക്കുന്നത്, ഒന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഇത് 3 വേറെ ഏത് മോഡിലുള്ളതും ഈ പ്രസൻറ്റ് റൂൾ പ്രകാരം ഇൻവാലിഡാണ്, ഇൻക്ലൂഡിങ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ. പ്രായപരിധിയില്ലാതെ +2 പാസ്സായ എല്ലാവർക്കും ഡിഗ്രി പഠിക്കാൻ അവസരം നൽകുക എന്നതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. 100% കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. എല്ലാവരെയും +2 കഴിഞ്ഞ എല്ലാവരെയും ഡിഗ്രിക്കാരാക്കുക എന്നൊരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏത് പ്രായക്കാർക്കും ഡിഗ്രി എടുക്കാൻ അവസരമുണ്ട്, ഏത് സ്റ്റാറ്റസിലുള്ളവർക്കും ഡിഗ്രി എടുക്കാൻ അവസരമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പഠനം നിർത്തിപ്പോയ ആൾക്കാർ, വിവാഹം കഴിഞ്ഞു, ജോലി കിട്ടി, അല്ലെങ്കിൽ വിദേശത്ത് പോകേണ്ടി വന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണവശാൽ പഠനം ഇടയ്ക്ക് നിർത്തിപ്പോയവർക്ക് തുടർ പഠനത്തിനുള്ള വലിയൊരു സാധ്യതയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നിലേക്ക് വയ്ക്കുന്നത്. വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്, വളരെ സയൻറ്റിഫിക്കായിട്ട് ഉണ്ടാക്കിയ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. മൊബൈൽ ആപ്പ് കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ ലേണർ സപ്പോർട്ട് സെൻ്ററുകൾ വഴി ലേണിംഗ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അറ്റൻഡൻസ് കമ്പൽസറി അല്ല, പക്ഷേ ആവശ്യമുള്ളവർക്ക് വന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അറിവ് നേടാവുന്നതാണ്. പരീക്ഷയ്ക്ക് എഴുതേണ്ട അറ്റൻഡൻസ് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് അല്ല. വന്ന് പരീക്ഷ എഴുതി മിനിമം മാർക്ക് കിട്ടുന്ന എല്ലാവരും തന്നെ ഡിഗ്രിക്കാരാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. 16 UG 12 PG അടക്കം 28 പ്രോഗ്രാം നടക്കുന്നു. 4ഓളം പ്രോഗ്രാമിലോട്ടത്തിനെ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. സമ്പൂർണ്ണമായ
ഒരു സമയത്ത് സമ്പൂർണ്ണ സാക്ഷരത ലക്ഷ്യമായിരുന്നെങ്കിൽ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് സമ്പൂർണ്ണമായി ഡിഗ്രി ഗ്രാജുവേറ്റ് ആകുന്ന ഒരു കേരള സംസ്ഥാനം മുന്നിൽ കാണുന്നത്. പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരും ഡിഗ്രിക്കാരെ ആക്കുക, അതിനും ഉപയുക്തമായ രീതിയിലുള്ള അനുയോജ്യമായ ഒരുപാട് പ്രോഗ്രാമുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുഹമ്മദ് മോഹസിൻ MLA, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഓഫീസർമാർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ്, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ SV സുധീർ, പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ NA ജോജോമോൻ, LSC കോർഡിനേറ്റർ ഡോക്ടർ KP രാജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.